ഒരുപാട് പേര് സങ്കടം പറയുന്നൊരു കാര്യമാണ് ഫോൺ വീഡിയോസ് കാണുന്ന ശീലം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും മാർഗ്ഗങ്ങളുണ്ടോ? പല മാർഗ്ഗങ്ങളും നോക്കി, പക്ഷേ നമ്മൾ ഫോൺ കയ്യിലെടുത്തു കഴിഞ്ഞാൽ നമ്മൾ അതിലേക്ക് പോവുകയാണ്. ഇത് ഒരുപാട് ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. അപ്പോൾ നമ്മളോട് പേഴ്സണലായിട്ട് ബന്ധപ്പെടുന്ന ആളുകൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കാറുള്ള ടിപ്പാണ്. ഭൂരിഭാഗം ആളുകളിലും ഗുണം കണ്ടതുമാണ് ഇവിടെ പറയാൻ പോകുന്നത്. നിങ്ങൾക്കും ട്രൈ ചെയ്യാം. നമ്മുടെ ഫോണിലാണല്ലോ ഈ ഒരു സംഭവം മിക്കവാറും ആളുകൾ കാണുക അല്ലേ? അപ്പോൾ നമ്മളെ ഫോണിൻ്റെ പ്രൊഫൈൽ പിക്ചർ ഫസ്റ്റ് തന്നെ ഹോം സ്ക്രീൻ വാൾപേപ്പറെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന, അത് നമ്മുടെ മദറാവാം, ഫാദറാവാം, നമ്മുടെ ഗുരുനാഥനാവാം, നമ്മുടെ മക്കളാവാം, നമുക്ക് ഈ ഒരു ഫോൺ വീഡിയോ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളായിട്ട് ബന്ധപ്പെടുത്തി ചിന്തിക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ നമ്മളെ ഇത്തരം സ്വഭാവങ്ങൾ ഇഷ്ടപ്പെടാത്ത ആളുകളായിരിക്കണം, നമ്മൾ അത്രയും സ്നേഹിക്കുന്ന ആളുകളായിരിക്കണം നമ്മുടെ ആ ഒരു ലോക്ക് സ്ക്രീൻ വാൾപേപ്പറിലുള്ളത് ഫോണിൻ്റെ. നമ്മൾ പിന്നെ അത് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഹോം സ്ക്രീൻ വാൾപേപ്പറിലും അവരാവണം. നമ്മൾ വാട്സപ്പ് വഴി ചാറ്റിംഗ് ചെയ്തിട്ടാണ് നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് കാണുന്നതുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പിൻ്റെ പ്രൊഫൈൽ പിക്ചർ അവരാവണം. കഴിയുമെങ്കിൽ നമ്മുടെ ഫേസ്ബുക്കിൻ്റെ കവർ ഫോട്ടോ അവരാവണം. നമ്മുടെ ഇമെയിൽ ഐ ഡി പോലും നമ്മൾ നെറ്റിലേക്ക് കയറി ഇത്തരത്തിലുള്ള സൈറ്റ് സെർച്ച് ചെയ്യുമ്പോൾ നമ്മുടെ പ്രൊഫൈൽ, ഇമെയിലിൻ്റെ പ്രൊഫൈൽ പോലും എന്താവണം, ഗൂഗിളിൻ്റെ പ്രൊഫൈൽ പോലും എന്താവണം, നമ്മൾ ഇഷ്ടപ്പെടുന്ന വ്യക്തികളാവണം. തീർച്ചയായിട്ടും നമുക്ക് ഒരു ഫീലിംഗ് ഉണ്ടാവും. നമ്മളത് കാണുമ്പോൾ നമ്മൾ ഇതിനു വേണ്ടി സെറ്റ് ചെയ്ത് വെച്ചതാണ്. അവരെ മുഖം നോർക്കുമ്പോൾ നമുക്കിത് ചെയ്യാൻ സാധിക്കില്ല. ഇത് ഒരുപാട് ആളുകൾ ഗുണം ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. വേണമെങ്കിൽ നിങ്ങൾക്കും ഇത് ടെസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. നിങ്ങൾ ഫോൺ എടുക്കുമ്പോൾ തന്നെ അവരുമായി ബന്ധിപ്പിച്ചതും ചിന്തിച്ച് നോക്കുക. അവർക്കിത് ഇഷ്ടമാവുമോ? ഓക്കെ.